ഞങ്ങളുടെ നേതാക്കന്മാർ, തൊഴിലാളി നേതാക്കന്മാർ വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് ടി പി ശ്രീനിവാസൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഒരു പറ്റം പെറ്റി ബൂർഷകളും മാധ്യമങ്ങളും ഈ രാജ്യത്തുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം. ലാൽ സലാം എന്നല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റൈൽ ഞങ്ങൾ മാറ്റി, ലാൽ സലാം അല്ല, അത് പിൻവലിച്ചിരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. പറയുന്നതാരെന്നറിയില്ലേ എന്ന മുദ്രാവാക്യം കേട്ടിട്ടുള്ളവരാരും ഈ PM-ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിനെക്കുറിച്ച് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കില്ല. PM-ശ്രീ പദ്ധതിക്ക് എന്താണ് പ്രശ്നം? ഇന്നലെ വരെ PM-ശ്രീ പദ്ധതിയെ എതിർത്തവർ ഇന്ന് അത് നടപ്പിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറയുന്നതാരെന്നറിയില്ലേ എന്ന മുദ്രാവാക്യം കേട്ടവർക്കാർക്കും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോയി ജീവിക്കുന്ന, വല്ലപ്പോഴും കേരളത്തിലേക്ക് വരുന്ന ചില ഭാഗ്യവാന്മാരൊഴിച്ച് കേരളത്തിൽ താമസിക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. ബന്ദ്, ഹർത്താൽ, നോക്കുകൂലി, നിർബന്ധിത പിരിവ്, ഇതൊക്കെ നൽകി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ നിത്യവും കേൾക്കുന്ന കാര്യമാണ് പറയുന്നതാരെന്നറിയില്ലേ. ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയവർക്കും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നവർക്കും കാറിൽ സഞ്ചരിക്കുന്നവരൊക്കെ കേട്ടിട്ടുള്ള മുദ്രാവാക്യമാണ് റോഡ് ട്രാഫിക് മുടക്കി വിളിക്കുന്ന മുദ്രാവാക്യം, പറയുന്നതാരെന്നറിയില്ലേ എന്നുള്ളത്. ഈ പറയുന്നതാരെന്നറിയില്ലേ എന്ന് പറയുമ്പോഴേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പറയുന്നത് ആരാണ് എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്, പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്, പറയുന്നത് നടപ്പിലാക്കിയോ എന്ന് ശ്രദ്ധിക്കണം. ഇതൊന്നും ജനം ശ്രദ്ധിക്കാതെ പോയതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ മാറിയിട്ടില്ല. എന്നും ഉറച്ച നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു, സത്യമാണ്. അതിന് ഇന്ന് ഞങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആധുനിക സാങ്കേതിക വിദ്യ ഞങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആർക്കാണ് ഇത്ര തലവേദന? പണ്ട് കമ്പ്യൂട്ടറിൻ്റെ എതിർത്തു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു പെറ്റി ബൂർഷ്വാ സങ്കല്പമാണ്. ആ സങ്കല്പത്തിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുകയില്ല. ഇംഗ്ലീഷ് മീഡിയം വന്നു. അന്ന് ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. 2 തരം പൗരന്മാരെ സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എതിർപ്പിൻ്റെ കാര്യം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങ് ചേർത്തു. അപ്പോൾ പൗരന്മാർ ഒരു തരത്തിലായില്ലേ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ എതിർപ്പ് അതോടുകൂടി അവിടെ അവസാനിക്കുകയും ചെയ്തു. പിന്നെന്താണ് പ്രശ്നം? പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും വിടാൻ അല്ല, കുറച്ചുകൂടെ വിശാലമായി കാണുന്ന ചില ആളുകളുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ. ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ മക്കളെ ഞങ്ങളുടെ കൂടെ മക്കൾക്ക് വേണ്ടി വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. അവരെ പോയി പഠിക്കുന്ന ഞങ്ങളുടെ കൂടെ മക്കൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അതിന് ഇവിടെ കുറേ ആളുകൾക്ക് ബഹളമാണ്, വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. അതിനെന്താണ്? ഞങ്ങൾക്കില്ലാത്ത തലവേദനയാണോ നിങ്ങൾക്കുള്ളത്? പണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്. അത് ഞങ്ങൾ ആ മുദ്രാവാക്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. അത് ഞങ്ങൾ ആസ്വദിക്കുന്ന കാര്യമാണ്. അതിന് നിങ്ങളെന്തിന് ബഹളം ഉണ്ടാക്കുന്നു? പിന്നീട് മഹത്തായ ഒരു കാര്യമായിട്ട് പറയുന്നത്, പണ്ട് നവോദയ സ്കൂൾ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. ശരിയാണ്, നവോദയ സ്കൂൾ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. ഇന്ന് ഞങ്ങളുടെ സമർത്ഥരായ, ഞങ്ങളുടെ ഇടയിൽ തന്നെയുള്ള, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളെ പലരെയും നവോദയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനെന്താണ് തെറ്റ്? ഒന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായതുകൊണ്ടാണ് നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. 2, നവോദയ സ്കൂളിൽ വന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടോട്ട് വിടാൻ പറ്റിയത്. അപ്പം നവോദയ സ്കൂൾ വന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടു. നവോദയ സ്കൂൾ വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ സിദ്ധാന്തത്തെയാണ് ഞങ്ങൾ എതിർത്തത്. നവോദയ സ്കൂൾ വരുന്നു, അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുന്നു. അതിലൊന്നും അല്ല തെറ്റ്. നവോദയ സ്കൂൾ എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ പുറകിലുള്ള പെറ്റി ബൂർഷ്വാ സങ്കല്പത്തെയാണ് ഞങ്ങൾ എതിർത്തത്. ഇന്നും ഞങ്ങൾ ആ സങ്കല്പത്തെ എതിർക്കുന്നുണ്ട്. പക്ഷേ നവോദയ സ്കൂൾ വന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ വിട്ടത്. അപ്പോൾ നവോദയ സ്കൂൾ വന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടു എന്ന് പറയുന്നതിനകത്ത് എന്ത് തെറ്റാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ മഹത്തായ ഒരു കാര്യമായിട്ട് പറയുന്നത്, ട്രാക്ടർ വന്നതിനെ ഞങ്ങൾ എതിർത്തു. അതേ, ട്രാക്ടർ വന്നതിനെ ഞങ്ങൾ അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ട്രാക്ടർ കത്തിച്ചിട്ടുണ്ട്, ടില്ലർ കത്തിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇന്ന് ഞങ്ങൾ ട്രാക്ടർ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ടാക്കി കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ എത്രയോ നേതാക്കന്മാർ ട്രാക്ടർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതാക്കന്മാരായി നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ട്രാക്ടർ വന്നത് അന്നത്തെ കാലത്ത് നമ്മൾ എതിർത്തു എന്നുള്ളത് ശരിയാണ്. ഇന്ന് ട്രാക്ടർ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ടാക്കി ഞങ്ങൾ കാർഷിക മേഖലയെ സേവിക്കുന്നില്ലേ? അത് കാണാതെ പോകുന്നത് ശരിയാണോ? പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത്,
കയർ മേഖലയാണ്. ഓക്കെ, കയർ മേഖലയിൽ പണ്ട് രവി കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു ബൂർഷ്വ, വിദേശത്തെങ്ങാണ്ടാണ് അദ്ദേഹം പഠിച്ചതും ജോലി ബിസിനസ് ചെയ്തതൊക്കെ. അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ച് യന്ത്രങ്ങൾ കൊണ്ടുവന്നു. എന്തിന്? കയർ മേഖലയെ നവീകരിക്കാനായിട്ട്. അത് ആലപ്പുഴ കൊണ്ടുവന്ന് ഇറക്കിയ പാടെ ഞങ്ങളെടുത്ത് ആലപ്പുഴ കനാലിലെറിഞ്ഞു. അന്ന് ആ ബൂർഷ്വ ഇവിടെ നിന്ന് പോയതാണ്. അദ്ദേഹം വെളിയിലെങ്ങാണ്ട് പോയി വേറെ രാജ്യത്തോ ഒക്കെ കയർ വ്യവസായം തുടങ്ങി. ഇന്ന് കയർ വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. അതിനെന്താണ് തെറ്റ്? മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആന്ധ്രയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെയുള്ള എത്രയോ ആയിരം തൊഴിലാളികൾ കയർ വ്യവസായ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു, അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്നു. അതിനെന്താണ് പ്രശ്നം? ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത്. ഞങ്ങളുടെ മുന്നിൽ സാർവദേശീയ തൊഴിലാളികളേ ഉള്ളൂ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിങ്ങിന് മൈക്കിൽ പാട്ട് നിങ്ങളാരും കേട്ടിട്ടില്ലേ? അപ്പോൾ സർവ്വലോക തൊഴിലാളികൾ, സർവ്വരാജ്യ തൊഴിലാളികളുടെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ശ്രദ്ധ. അവരുടെ കാര്യത്തിലാണ് ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. അപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞില്ലേ? അതാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങളുടെ വ്യവസായം പൂട്ടിയാലും ശരി, സർവ്വദേശ തൊഴിലാളികളെ, അന്യരാജ്യ തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ ഊട്ടണം, അവരെ ഉടുപ്പിക്കണം. എന്താണ് ഞങ്ങളുടെ വിശാലമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പോയത് എന്നാണ് ഞങ്ങളുടെ ദുഃഖം. എന്ത് കഷ്ടമാണിത്! മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികൾ സുഖമായി ജീവിക്കുന്നിടത്ത് നിങ്ങൾക്കെന്താണ് പ്രശ്നം? അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ ഈ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നത്? അത് നിങ്ങളെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കശുവണ്ടിയാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. കശുവണ്ടി മേഖലയിലും യന്ത്രവൽക്കരണം വന്നു. ഞങ്ങൾ എതിർത്തു. കശുവണ്ടി മേഖലയിൽ യന്ത്രവൽക്കരണം പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചാലും ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾ കാണണം. കശുവണ്ടി മേഖലയെ യന്ത്രവൽക്കരണത്തെ ഞങ്ങൾ എതിർത്തുകൊണ്ട് എന്ത് പറ്റി? കശുവണ്ടി തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ കശുവണ്ടി തൊഴിലാളികളായ സ്ത്രീകളുടെ നൈപുണി മറ്റ് മേഖലകളിലേക്ക് പോയി. അതുകൊണ്ടെന്താണ് പ്രശ്നം? അവർ മറ്റ് മേഖലയിലെ വിദഗ്ധരായ തൊഴിലാളികളായിട്ട് മാറിയില്ലേ? അത് കശുവണ്ടി ഫാക്ടറി അടച്ചിട്ടുകൊണ്ടല്ലേ അത് സംഭവിച്ചത്? പിന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത്, കശുവണ്ടി മേഖലയിലുണ്ടായിരുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ, തൊഴിലാളി നേതാക്കന്മാർ വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് വന്നതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ അത് സമ്പാദിച്ചത്? അതെന്താണ് മനസ്സിലാക്കാത്തത്? വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് വരുമ്പോൾ അത് സമ്പാദിക്കും, അല്ലാതെ എന്ത് ചെയ്യാനും? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എന്നും പറഞ്ഞാൽ ഒന്നും മിച്ചം വെക്കരുത്, അതെല്ലാം മൂല്യമാക്കി മാറ്റിക്കണം. അതാണ് ഞങ്ങളുടെ തൊഴിലാളി നേതാക്കന്മാർ ചെയ്തത്. അവരൊന്നും മിച്ചം വെച്ചില്ലല്ലോ. അവരെവിടെല്ലാം വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഒന്നും മിച്ചം വെക്കാതെ അവർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതിനുള്ള തെറ്റെന്താണ്? അത് മിച്ചമൂല്യ സിദ്ധാന്തം നിങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഇതുള്ളത്. പിന്നെ ഇപ്പോൾ അവസാനത്തെ മറ്റൊരു വലിയ വിമർശനമായിട്ട് പറയുന്നത്, കൈത്തറി മേഖല ഞങ്ങൾ കുഴപ്പമുണ്ടാക്കി. ശരിയാണ്, കൈത്തറി മേഖലയിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾ എതിർത്തു. അതുകൊണ്ട് പിന്നെ